ഇതാണ് അമ്മ പാല് തരുന്ന ചോദിച്ചു ഞാൻ എന്തെങ്കിലും സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? യൂസ് ചെയ്യുന്ന ഇടയ്ക്ക് ഉമ്മ കൊടുക്കാൻ തോന്നിയാലും നമുക്ക് ധൈര്യത്തോടെ ഉമ്മ കൊടുക്കാം. 4 കുപ്പിയിൽ 2 എണ്ണം കുട്ടർ അച്ഛൻ പൊട്ടിച്ചു. ദിസ് ഇസ് ഗുൽസൂസ് ഡയപ്പർ ബാഗ്. ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം. ഇത് നല്ല കംഫർട്ടബിൾ. ചിന്തയിലേക്ക് ഷോപ്പിംഗ് ഡൺ. ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു. പിന്നെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഗുൽസുവിനെ കുളിപ്പിച്ച് ഗുൽസുവിനെ ഒന്ന് ഉറക്കി സെറ്റാക്കി ഇരുത്തിയിരിക്കുകയാണ്. ഇനി എനിക്ക് പോയിട്ട് റെഡി ആവണം. എങ്ങോട്ടാണ്? നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഗുൽസുവിനെ മാനേജ് ചെയ്യുന്നതെന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഇന്ന് ഒരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. എത്രയൊക്കെ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല ഷോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് വീഡിയോ എടുക്കാൻ. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. മറ്റുള്ളവരുടെ പ്രൈവസിയിൽ അധികം ഇടപെടാതെ നമുക്കെങ്ങനെ ആ ഷോപ്പിംഗ് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ നാട്ടിൽ പോയിരിക്കുമായിരുന്നു കേട്ടോ ചോറൂണിന് വേണ്ടി. ചോറൂണൊക്കെ ഭംഗിയായിട്ട് നടന്നു. പക്ഷെ കുറച്ച് ടയേർഡായി, കാരണം നല്ല ചൂടാണ് അവിടെ, ഭയങ്കര ചൂട്. ഇപ്പോഴും ആ ക്ഷീണം കണ്ണിൽ നിന്ന് മാറിയിട്ടില്ല. എന്തായാലും നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, ഞാനപ്പോൾ ഫ്രഷായി. തല കുളിച്ചില്ല, കാരണം ഞാൻ ഇന്നലെയൊക്കെ നന്നായി ഷാമ്പൂ ഒക്കെ തേച്ച് കുളിച്ചതാണ്. പക്ഷേ നനഞ്ഞിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് കോമ്പ് ചെയ്യാത്തതുകൊണ്ട് മുടി ഒരു ചകിരി പിടിച്ച പോലെയായി. ഈ ഡ്രസ്സ് ആക്ച്വലി പ്രഗ്നൻസി ടൈം ഉണ്ടായിരുന്ന കേട്ടോ, പക്ഷെ ഇപ്പോഴും നല്ല ഫിറ്റ് ആയിട്ടുണ്ടല്ലേ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. മോയ്സ്ചറൈസർ ഫസ്റ്റ്, സൺസ്ക്രീൻ. എന്നോട് കുറേ പേര് ചോദിച്ചു ഞാൻ എന്തെങ്കിലും സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, എന്താ ഗ്ലൂട്ടോതയാമിൻ ആ സംഭവം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും കോളേജ് സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ ജനിക്കുമ്പോൾ നല്ല രസമുണ്ടാവും ആ ഒരു കുട്ടിക്കാലത്ത്. അത് നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വൃത്തികേടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കില്ല, വെയിലത്തോടി കളിച്ചിട്ടും നമ്മളൊന്നും ശ്രദ്ധിക്കില്ലല്ലോ, വെയിലത്തൊക്കെ അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു 18 ഒക്കെ കഴിഞ്ഞ് നമുക്ക് ആ ഹോർമോൺസും അതുപോലെ നമ്മുടെ പല പല ഡെവലപ്മെൻറ്റ്സും ഉണ്ടാവുകയാണ്. നമ്മുടെ അപ്പോൾ സ്കിന്നും നന്നാവും, നമ്മൾ കുറച്ച് ടേക്ക് കെയർ ചെയ്യും നമ്മുടെ സ്കിന്നിനെ. അല്ലേ, പണ്ട് നമ്മൾ വെയിലത്തോടി കളിച്ച പോലെ ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ. നമ്മൾ അയ്യോ സൺസ്ക്രീൻ ഇട്ടോ, അല്ലെങ്കിൽ നമ്മൾ കുട പിടിക്കുക, തലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു ആ ഒരു കെയർ തന്നെയാണ് വന്നത്. അപ്പോൾ പണ്ട് ചെറിയ കുട്ടിയാകുമ്പോഴുള്ള കളറ് ചിലപ്പോൾ വലുതായിട്ട് നമുക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അല്ലാണ്ട് ഞാൻ വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പോവാറുണ്ട് എന്താ ത്രെഡ് ചെയ്യാൻ, അതുപോലെ മുടി മുടി സ്പാ അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്യാൻ പോകാറുണ്ട്. കല്യാണ സമയത്താണ് ഞാൻ ഒരു തവണ ഹൈഡ്രാ ഫേഷ്യലും ഒരു തവണ ക്ലീനപ്പും. ഇത് എൻ്റെ ലൈഫിൽ ആകെ ഞാൻ അങ്ങനെ ഒരു ഫേസിന് വേണ്ടി ചെയ്ത് കല്യാണ സമയത്ത്. അത് ഏതൊരു കല്യാണ പെണ്ണിനും ആഗ്രഹം ഉണ്ടാവില്ല, ഇതുവരെ ചെയ്യാത്തവർ പരീക്ഷിച്ചിട്ടുണ്ടാവും കല്യാണത്തിന്. പക്ഷേ എൻ്റെ സ്കിൻ സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് വേറെ ഫേഷ്യലൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഹൈഡ്രാ ഫേഷ്യലാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. പിന്നെ അതിന് ശേഷം കുറച്ച് ദിവസം മുന്നേ ചെയ്തു, കാരണം എന്തെങ്കിലും റിയാക്ഷൻ വന്നാലോ വെച്ചിട്ടേ. എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച മുന്നേ ഞാൻ ചെയ്തത് ഹൈഡ്രാ ഫേഷ്യൽ. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ ഒരു 4 days മുന്നേ എന്തോ ഒരു ക്ലീനപ്പാണ് ചെയ്തത്. ഇത് രണ്ടുമാണ് എൻ്റെ മുഖത്ത് പരീക്ഷിച്ചിട്ടുള്ളൂ. ബാക്കി ത്രെഡിങ്, ഐബ്രോ, മുടി പരീക്ഷണങ്ങൾ മാത്രം. ഓക്കെ, ഇനി കണ്ണ് എഴുതിയിട്ട് വരാം. എനിക്കിങ്ങനെ വർത്താനം പറഞ്ഞാൽ കണ്ണ് എഴുതാൻ കോൺസെൻട്രേഷൻ കിട്ടില്ല. ലെറ്റ്സ് എ ബിറ്റ് ഓഫ് മസ്കാര. അപ്പോൾ ഞാൻ കണ്ണ് എഴുതി. എങ്ങനെയുണ്ട്? താങ്ക് യു. ഇത് അത്ര സംഭവമല്ല, ബട്ട് ഒപ്പിച്ചു. അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്സിനോട് എനിക്ക് കൂടുതൽ താല്പര്യം, കാരണം ഗുൽസുവിൻ്റെ കൈ ഏത് സമയത്ത് എൻ്റെ മുഖത്തും ചുണ്ടിലൊക്കെ ആയതുകൊണ്ട് പാവായിൻ്റെ കയ്യിലേക്ക് അത് ട്രാൻസ്ഫർ ആവാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്ന. ഇടയ്ക്ക് ഉമ്മ കൊടുക്കാൻ തോന്നിയാലും നമുക്ക് ധൈര്യത്തോടെ ഉമ്മ കൊടുക്കാം. അപ്പോൾ ഇന്ന് ഐ കാൻ സ്റ്റേ കാം ബിക്കോസ് ഐ എം യൂസിങ് സ്റ്റേസ് 929 ഗ്ലോസ് ലോക്ക് ഇൻറ്റൻസ് കളർ ട്രാൻസ്ഫർ പ്രൂഫ് 2-in-1 ലിക്വിഡ് ലിപ്സ്റ്റിക്. I mean, I can't stay calm.
അപ്പോൾ ഞാൻ ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് ഐ എം ഹാപ്പി എന്നുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇവർക്ക് ന്യൂഡ് തൊട്ട് ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് കളേഴ്സ് ഉണ്ട്, 6 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ട്രാൻസ്ഫർ പ്രൂഫ്, വാട്ടർ പ്രൂഫ് ആൻഡ് 12 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഗുൽസു കയ്യിലുണ്ടാവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പണ്ടത്തെ പോലെ എടുത്ത് ടച്ചപ്പ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും, സ്റ്റേജ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരട്ടോ. ഇതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കും ഒരു സൈഡ് നല്ല സൂപ്പർ ഷൈനി ലിപ് ഗ്ലോസും ആണ്. അപ്പോൾ അത് അടിപൊളിയല്ലേ. മുന്നേ എനിക്ക് തോന്നുന്നു കുറേ ഷെയ്ഡ്സ് അവർ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ദേ ഇങ്ങനെ 2-in-1 ലിപ്സ്റ്റിക്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഈ ഗ്ലോസ് ഇടാം. ട്രാൻസ്ഫർ പ്രൂഫ് ആണോ എന്ന് നമുക്ക് ഡയറക്റ്റ് ചെക്ക് ചെയ്താലോ? ഇല്ല, തിളക്കം കുറച്ച് കുറഞ്ഞു അല്ലേ? ആ, പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് ട്രാൻസ്ഫർ പ്രൂഫാണ്. എനിക്ക് ആ ഷെയ്ഡ് കുറച്ച് ഡാർക്കായി തോന്നിയപ്പോൾ ഞാൻ ഈ ഐ എം പ്രിട്ടി എന്നുള്ളൊരു ലൈറ്റ് ഷെയ്ഡും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ഈ ഷെയ്ഡ്? നേരത്തെ ഇതാ ഇഷ്ടപ്പെട്ടു, ഇതാ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് മതി. ഇത് 6 ഷെയ്ഡിലാണ് വരുന്നത്. ഐ എം ക്യൂട്ട്, ഐ എം പ്രിട്ടി, ഐ എം ബബ്ലി, ഐ എം ഷൈ, ഐ എം ഹാപ്പി, ഐ എം ഫൈസ്റ്റി. സോ യു ക്യാൻ ഓൾസോ ട്രൈ ഇറ്റ് staysbeauty.com എന്നുള്ള അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ 15% ഓഫ് കിട്ടും. യു ക്യാൻ യൂസ് മൈ കോഡ് മാൾവിക 2025. ഇനി അതല്ല വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ചാൽ മതി, ഇറ്റ്സ് ഓൾസോ അവൈലബിൾ ഓൺ ആമസോൺ, നൈക്ക ആൻഡ് പർപ്പിൾ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. 1 2 3 go. ഓക്കെ, അപ്പം നമ്മൾ ഇറങ്ങി. ആദ്യം എനിക്കൊന്ന് ഹോം സെൻറ്ററിൽ പോകണം. ഹോം സെൻറ്ററിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പ്രധാനമായിട്ട് ഇതാ താർ റോക്സ് റെഡ്. ടോക്കിംഗ് അബൌട്ട് താർ റോക്സ്, ദീപോട്ടിന് ഒരു താർ റോക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത റോക്സ് വൈറ്റ്. പക്ഷെ വൈറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് ബേസ് മോഡലാണ്. റോക്സ് നല്ല ഇഷ്ടപ്പെട്ടോ എനിക്ക്. വണ്ടി എന്നെ പോലെ ഹൈറ്റ് കുറഞ്ഞവർക്ക് അടിപൊളി വണ്ടിയാണ്. നമുക്ക് ഫുൾ കാണാം, നല്ല വ്യൂ ഉണ്ട്. നമുക്ക് അങ്ങനെ ഓടിക്കുമ്പോൾ അത്ര ബൾക്കി വണ്ടി ഓടിക്കുന്ന ഫീലൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പൊക്കമുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്കിങ്ങനെ പോകുമ്പോ ചെറിയ മിനി ട്രക്കും മിനി ബസ്സൊക്കെ നമ്മുടെ അതൊക്കെ ഇത്ര ഹൈറ്റ് കുറഞ്ഞെന്ന് തോന്നിപ്പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ താറിന്റെ 3 door ഓടിച്ചിരുന്നു. നമുക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഒരു റോളിങ് അല്ലേ, ഇങ്ങനെ ഇളകി നമുക്ക് ആകെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ. പക്ഷെ ഇത് കുറച്ചുകൂടി ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. കാരണം ഇങ്ങനെ ഒരു ഓഫ് റോഡ് വണ്ടിയിൽ ഇത്രയും കംഫർട്ടും സസ്പെൻഷനിലും ഐ എം വെരി ഇംപ്രസ്ഡ്. നമ്മൾ ഷോപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ വണ്ടർ കാര്യത്തിലെത്തി. അപ്പൊ എന്തായാലും ഹോം സെന്റർ പോകുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മുടെ കാർ വ്ളോഗ് ഇതായിക്കൊണ്ടിരിക്കുക റിവ്യൂ. അപ്പോൾ പണ്ടല്ല മുന്നേ എനിക്ക് ഇതിത്തെ 3-4 കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ ഹോം സെന്ററിൽ. നല്ല രസമുള്ളൊരു ആ കിളിക്കൊന്നും ഒരു സെക്കൻഡ് നിർത്തൂ. അപ്പൊ 4 കുപ്പിയിൽ 2 എണ്ണം കുട്ടർ അച്ഛൻ പൊട്ടിച്ചു. അയ്യോ എന്നാ കുലുക്കിക്കോളൂ. അപ്പൊ 4 കുപ്പി മേടിച്ചിരുന്നു. അതിലെ 2 കുപ്പി ഗുൽസുവിന്റെ അച്ഛൻ പൊട്ടിച്ചു. പിന്നെ ഒരെണ്ണം ചെറിയ ക്രാക്ക് വീണുണ്ട്. അതെനിക്ക് ചിലരെ സംശയമുണ്ട്. അത് ഗുൽസു എടുത്തെറിഞ്ഞു. അപ്പൊ എന്തായാലും എനിക്ക് ആ ബോട്ടില് മേടിക്കണം. സോ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. പിന്നെ ഹോം സെന്ററിൽ എപ്പോൾ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ഇങ്ങനെ പെറുക്കി ഇടാൻ തോന്നും. ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ ഷോപ്പ്. നൈസായിട്ട് എന്തൊരു ക്ഷീണം. ഞാൻ രാവിലെ എണീറ്റൊരു സിനിമ കാണാൻ പോയായിരുന്നു. രാവിലെ എണീറ്റിന്റെ ക്ഷീണമാണോ സിനിമ കണ്ടതിന്റെ ക്ഷീണമാണോ? അത് വഴിയെ പറയാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചു എങ്ങനെയാണ് ഗുൽസുവിനെ വെച്ചിട്ട് ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗുൽസുവിനെ വെച്ച് ഷോപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു 3 ആൾക്കാരെ വെച്ചിട്ടാണ് എപ്പോഴും പോവുക. ഞാനും അമ്മയും പോയിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഇതുവരെ ഗുൽസുമായിട്ട് പോയിട്ടില്ല, കാരണം ഡ്രൈവ് ചെയ്യണ്ടേ. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് വേണം. ആൻഡ് ഇത് എപ്പോഴും കയ്യിലുണ്ടാവും. ദിസ് ഇസ് ഗുൽസൂസ് ഡയപ്പർ ബാഗ് മൊഷിനോ ബേബി. അപ്പോൾ ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുൽസുവിന് ഒരു ഡ്രൈ ഷീറ്റ് ഉണ്ട്. ഒരു ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു വാട്ടർ വൈപ്സ് ഉണ്ട്. പിന്നെ ഗുൽസുവിൻ്റെ ഡയപ്പേഴ്സും ഉണ്ട്. ഓക്കെ, ഒരു 4-5 ഡയപ്പറും കയ്യിൽ വെക്കും. നമുക്ക് എപ്പോൾ മാറ്റണം. 2 ടൈപ്പ് ഓഫ് ഡയപ്പേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ ടേപ്പും ഉണ്ട്, അല്ലാണ്ട് പാൻ ഡയപ്പേഴ്സും ഉണ്ട്. രണ്ടും ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്.
പിന്നെ ഗുൽസുവിന് വേണ്ട ഒരു ബോഡി ലോഷൻ ഉണ്ട്. പിന്നെ ഇതാ ആ കിലുക്കം കയ്യിൽ വെക്കും, കാരണം എപ്പോഴാണ് ആൾക്കത് ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. സോ കിലുക്കം ഓൾസോ കയ്യിൽ വെക്കും. റാറ്റിൽ. പിന്നെ ഒരു ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ്. എവിടെ ഡ്രസ്സ് ഒക്കെ അടിയിപ്പെട്ടിരിക്കുക കേട്ടോ. പിന്നെ ഒരു ക്ലോത്ത്, ഡ്രസ്സ്, ഇതൊക്കെയാണ് കയ്യിൽ വെക്കാറുള്ളത്. ഇതൊക്കെ എമർജൻസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. മെയിനായിട്ട് ഡയപ്പർ, വൈപ്സ് ആൻഡ് ഡ്രൈ ഷീറ്റ്. ഏത് സമയത്ത് എപ്പോൾ പണി പറ്റിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ കയ്യിൽ കരുതാറുള്ളത് കേട്ടോ. ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും പോവാം. ഗുൽസു സൈഡായി. ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഷോപ്പിംഗ് വളരെ എളുപ്പമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഏതാ പിങ്ക് നല്ലതാണെന്ന്. പിങ്ക് മിൽട്ടന്റെ നല്ലല്ലേ? ഇത് ഭയങ്കര ചെറുതായി അല്ലേ? ഒന്നും കാര്യമില്ല ഇത്. കുറച്ച് വെള്ളത്തിനൊക്കെ വെച്ചാൽ അതേ ആവശ്യമുള്ളൂ. പക്ഷേ കപ്പ് വേണ്ട, പക്ഷെ കുറച്ചുകൂടി ഒന്ന് കഴുകണമെങ്കിൽ 974. So we got the bottles, flask, shopping done. ഓക്കെ, ഞങ്ങളപ്പോൾ ഒരു ബേബി ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ കവർ കുറേ കിട്ടിയിരുന്നു ഗുൽസുവിന്. അപ്പം ഞങ്ങൾ ഈ ഷോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ മെയിനായിട്ട് മദർ കെയർ, പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ്, പിന്നെ മിനി ക്ലബ്ബ് ഇവിടുന്നൊക്കെ എടുക്കാറ്. അപ്പം മൈമേന് ഞാൻ മുന്നേ ആക്ച്വലി ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോട്ടൺ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ ഇവിടെ കിട്ടും, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ കുറച്ച് ടൈപ്പും കൂടി ഉണ്ടോ എന്ന് നമുക്കൊന്ന് പോയിട്ട് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. 3 to 6 months ഉണ്ട്. സ്ലീവ്ലെസ് ആയിട്ടുള്ളതുണ്ടോ? ഇവിടുന്ന് ആക്ച്വലി ഒരു നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടുന്ന് മേടിച്ചിട്ട് ഇവിടുത്തെ കവറായിരുന്നു. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ നമുക്ക് കടവന്ത്രയിലെ ഷോപ്പ് വരുന്നുണ്ട്, പിന്നെ ഇത് പാലഘട്ടം, പിന്നെ അങ്കമാലി, 3 ഷോപ്പുണ്ട്. അപ്പം ഞാൻ കടവന്ത്രയിൽ ഓൾറെഡി പോയി. ഞാൻ ഉണ്ടായിരുന്നു. ആണോ? അതെ, അവിടെ പക്ഷെ അതില്ലായിരുന്നു. അപ്പം ഈ 3 സെക്ഷൻ നമുക്ക് വരുന്നത് 3 to 6 ആണ്. ഇത് 3 to 6 ആണ്. ഈ 2 സെക്ഷനാണ് ഗേൾ ബേബിക്ക് വേണ്ടിയിട്ട് വരുന്നത്. ഇത് രസമുണ്ട്, ക്യൂട്ടായിണ്ടാവും, ഇട്ടാ ഭംഗിയുണ്ടാവും. ഇത് രസമില്ലേ? ഇത് കൊള്ളാം, അത് കൊള്ളാം. സൈസ് ഇതാവില്ലല്ലോ, കറക്റ്റായിരിക്കും. അയ്യോ എണീറ്റ്. ഇത് കെട്ടുന്ന ടൈപ്പല്ലേ? അപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ടോപ്പ് മാത്രല്ലേ? ഇത് നല്ലതാ. ഇത് ഞാൻ ഇവിടുന്ന് കൊണ്ട് പിന്നെ വേറെ കളർ ഇത് ഇട്ടാൽ നല്ല ഭംഗിയാണ്. ഇത് നല്ല കംഫർട്ടബിൾ. ഇതാണ് അമ്മ പാല് തരുന്ന. വേണോ? കറങ്ങണോ? നല്ല രസമുണ്ട്. ഇവിടെ നോക്ക്, കാർ ഓടിക്കാൻ പോവാണോ? ഓ മൈ ഗോഡ്, പോവാണോ? വണ്ടി ഓടിച്ചാൻ പോവാണ്. നാണമാണ്, നാണം. ആണോടാ? ചുന്നിരി പൂക്കൂട്ടുകാരൻ. ചിന്തയിലേക്ക്. അയ്യാ, ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. ഞാൻ ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്കാണ് പറയുന്നത്. കേസട്ട് മിൽക്ക് സർബത്ത്, അമ്മ നറുനേണ്ടി സർബത്ത്. ഇപ്പോൾ ചൂടായതുകൊണ്ട് സത്യം പറഞ്ഞൊന്നും കഴിക്കാനല്ല, കുടിക്കാനാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷെ സ്നാക്കാണ്. ചിക്കൻ നഗറ്റ്സ്.
ഇത് കോക്കനട്ട് ഷേക്ക് അല്ലേ? ടെൻഡർ കോക്കനട്ട് എങ്ങനെയുണ്ട്? സോറി, നോക്കി പാൽ സർബത്ത് എങ്ങനെയുണ്ട്? കുടിക്കട്ടെ. ലിപ്സ്റ്റിക് അവിടെ ഉണ്ടോ? ഉണ്ട്. ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ ട്രാൻസ്ഫർ ആവുന്നുള്ളൂ, ലൈക്ക് വെരി ലിറ്റിൽ. ഇപ്പോൾ ഞാൻ ഇതായിട്ട് കോണ്ടാക്റ്റ് വന്നില്ലേ വെള്ളം, ചെറുതായിട്ട്. മറ്റേത് ലിപ്സ്റ്റിക്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാൻ കുടിക്കുമ്പോൾ തന്നെ ഗ്ലാസ്സിലൊക്കെ റെഡ് ആവും, പക്ഷെ ഇത് അത്ര ഇല്ല കേട്ടോ. പഴംപൊരി ഉണ്ട്. ബൈ ഗുൽസു, ബൈ. നമുക്ക് ഡ്രൈവ് ചെയ്യാം, ബാ. അമ്മയുടെ കൂടെ ഡ്രൈവ് ചെയ്യാം. ഓടിവാടാ. അമ്മച്ചു അമ്മ കൊച്ചു ഒരു ഗേൾസ് ഷോളോ ടെപ്പിന് പോവാ. ഓക്കെ, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. എനിക്ക് പിന്നെ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഷോപ്പിംഗ് വ്ളോഗൊക്കെ വളരെ ബോറായിരുന്നു എന്ന് എനിക്കറിയാം. വിചാരിച്ച പോലെ ഷോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും തേസായിട്ട് മൂഡ് ഓഫ് ആയി. ആ മൂഡ് ഓഫ് ആയിരുന്നു, വ്ളോഗും മൂഡ് ഓഫ് ആയി. എനിവേസ്, ഞങ്ങളിപ്പോൾ വന്നിട്ട് ചെറിയൊരു ഷൂട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ഗസ്റ്റുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവർ പറയുന്നത് എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഗുൽസിനെ മെയിൽ എഴുതിപ്പിക്കണം, എനിക്ക് മുഖമൊക്കെ കഴുകണം. കണ്ടോ, ഇപ്പോൾ ലിപ്സ്റ്റിക് അവിടെ തന്നെ ഉണ്ട്. എനിവേസ്, അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.